എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. സ്വക്ഷഃ സ്വങ്കഃ ശതാനന്ദോ നന്ദിർ ജ്യോതിർ ഗണേശ്വരഃ വിജിതാത്മാ അവിധേയാത്മാ സത്കീർത്തി സത്കീർത്തിഃ ചിന്ന സംശയഃ. ഭഗവാന്റെ 615 നാമം സ്വക്ഷഃ, 616 സ്വങ്കഃ, 617 ശതാനന്ദഃ, 618 നന്ദിഃ, 619 ജ്യോതിർഗണേശ്വരഃ, 620 വിജിതാത്മാ, 621 അവിധേയാത്മാ, 622 സത്കീർത്തിഃ, 623 ചിന്ന സംശയഃ. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. 615 നാമം സ്വക്ഷഃ, സുന്ദരമായ അക്ഷികളോട് കൂടിയവൻ എന്നർത്ഥം. 616 സ്വങ്കഃ, സുന്ദരമായ അംഗങ്ങളോട് കൂടിയവൻ, ശരീര അവയവങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. 617 ശതാനന്ദഃ, ശതമെന്ന് വെച്ചാൽ അനേകം ആനന്ദം എന്നർത്ഥം. അതായത് ഭഗവാൻ ഏകനായ ഒരേ ഒരു പരമാത്മാവാണെങ്കിലും ആ ഒരു അനേകം പ്രകാരത്തിലുള്ള രൂപത്തെ എടുത്ത് പല വിധത്തിലും ആനന്ദത്തെ അനുഭവിക്കുന്നു അതാണ് ശതാനന്ദഃ എന്ന് പറയുന്നത്. ഏകസ്വരൂപനായ പരമാത്മാവാണെങ്കിൽ പോലും ഉപാധിഭേദം കൊണ്ട് അനേകം രൂപം ധരിച്ച് പല വിധത്തിൽ ആ പരമാനന്ദത്തെ ഭഗവാൻ അനുഭവിക്കുന്നത് കൊണ്ട് ശതാനന്ദഃ എന്ന നാമം. 618 നന്ദിഹി, അതായത് പരമാനന്ദ സ്വരൂപൻ എന്നർത്ഥം. 619 ജ്യോതിർഗണേശ്വരഃ, അതായത് ജ്യോതിർഗണങ്ങളുടെ, നക്ഷത്രഗണങ്ങളുടെ ഈശ്വരനായിരിക്കുന്നവൻ എന്നർത്ഥം. 620 വിജിതാത്മാ, ആത്മാവിനെ ജയിച്ചവൻ എന്നർത്ഥം. ആത്മാവിനെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ്, ബുദ്ധി, ശരീരബോധം ഇതിനെയൊക്കെ ജയിച്ചവൻ എന്നർത്ഥം. 621 അവിധേയാത്മാ, അതായത് ആരാലും വിധാനം ചെയ്യപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. വിധാനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ കീഴടക്കുക. അപ്പൊ ആരാലും കീഴടക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. 622 സത്കീർത്തിഹി, സത്യമായ കീർത്തിയോട് കൂടിയവൻ. 623 ചിന്ന സംശയഃ, എല്ലാ വസ്തുക്കളെയും ഭഗവാൻ സാക്ഷാത്കരിക്കുന്നതിനാൽ ഒന്നിനെക്കുറിച്ചും ഒരു സംശയവും ഇല്ലാത്തവൻ എന്നർത്ഥം. അതാണ് ചിന്ന സംശയഃ എന്ന നാമത്തിന് അർത്ഥം. ഉദീർണഃ സർവദശ്ചക്ഷുഃ, സർവദഃ ചക്ഷുഃ, അനീശഃ ശാശ്വതസ്ഥിരഃ, ഭൂഷയഃ ഭൂഷണഃ, ഭൂതിഃ വിശോകഃ ശോകനാശനഃ. ഉദീർണഃ ഭഗവാന്റെ 624 നാമമായിട്ട് പറയുന്നത് ഉദീർണഃ. 625 സർവദ ചക്ഷുഃ, 626 അനീശഃ, 627 ശാശ്വത സ്ഥിരഃ, 628 ഭൂഷയഃ, 629 ഭൂഷണഃ, 630 ഭൂതിഃ, 631 വിശോകഃ, 632 ശോകനാശനഃ. അപ്പോൾ ഭഗവാന്റെ 624 നാമം ഉദീർണഃ. ഉദീർണഃ എന്ന നാമത്തിന്റെ അർത്ഥം എല്ലാ പ്രാണികളിലും വെച്ച് ഉത്കൃഷ്ടനായവൻ എന്നാണ്. സർവ പ്രാണികളിലും വെച്ച് ഉത്കൃഷ്ടനായവൻ. 625 സർവദഃ ചക്ഷുഃ, തൻ്റെ ചൈതന്യ സ്വരൂപം കൊണ്ട് എല്ലാ ഭാഗത്തുമുള്ള എല്ലാ വസ്തുക്കളെയും കാണുന്നവൻ. സർവദഃ എല്ലായിടത്തും ചക്ഷുഃ കണ്ണുകളുള്ളവൻ. ആ ചൈതന്യമാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാത്തിനെയും കാണുന്നവനാണ് ഭഗവാൻ. 626 അനീശഃ, ഈശനായി
മറ്റാരുമില്ലാത്തവൻ എന്നർത്ഥം. ഭഗവാൻ സ്വയം ഈശ്വരനാണ്, സർവചരാചരങ്ങളുടെയും നിയന്താവാണ്. ഭഗവാനെ നിയന്ത്രിക്കാൻ അതിനും മുകളിൽ മറ്റാരും തന്നെ ഇല്ല. അതാണ് ഈശനായി മറ്റൊരാളും ഇല്ലാത്തവൻ എന്നർത്ഥം. 627 ശാശ്വത സ്ഥിരഃ, അതായത് ശാശ്വതം, നിത്യനാണെങ്കിലും ഒരിക്കലും വികാരത്തെ പ്രാപിക്കാത്തവൻ എന്നർത്ഥം. ഭഗവാൻ നിത്യസ്വരൂപനാണ്, മാറ്റമില്ലാത്തവനാണ്. എങ്കിലും പല പല ശരീരങ്ങൾ എടുത്ത് ഭൂമിയിൽ അവതരിക്കുമ്പോഴും വികാരങ്ങളെ പ്രാപിക്കാത്തവൻ എന്നർത്ഥം. 628 ഭൂശയഃ, അതായത് ഇവിടെ ഭൂശയഃ, ഭൂമിയിൽ ശയിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതായത് ഭഗവാന്റെ ശ്രീരാമ അവതാരത്തെ കുറിച്ചാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ശ്രീരാമൻ ചന്ദ്രൻ ലങ്കയിലേക്കുള്ള മാർഗാന്വേഷണ വേളയിൽ ഭൂമിയിൽ ശയിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വനവാസ കാലത്തും. അതുകൊണ്ടാണ് ഭഗവാനെ ഭൂശയഃ എന്ന് വിളിക്കുന്നത്. 629 ഭൂഷണഃ, അതായത് അവതാരങ്ങളെ, പല പല അവതാരങ്ങളെ എടുത്തുകൊണ്ട് ഈ ഭൂമിയെ ഭൂഷിപ്പിക്കുന്നവൻ, അതായത് അലങ്കരിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഭൂമിയെ ഇത്ര മനോഹരമാക്കി അലങ്കരിച്ചത് ഭഗവാന്റെ അവതാരങ്ങളാണെന്ന്. അങ്ങനെയുള്ള അവതാരങ്ങൾ കൊണ്ട് ഭൂമിയെ അലങ്കരിപ്പിക്കുന്നവൻ, അതാണ് ഭൂഷണഃ എന്ന നാമത്തിനർത്ഥം. 630 ഭൂതിഹി, അതായത് സകല വിഭൂതികൾക്കും കാരണമായവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ജീവസത്തകളും ഉണ്ടായത് ഭഗവാനിൽ നിന്നുമാണ്. അപ്പൊ എല്ലാം ഉണ്ടാകാൻ കാരണമായവൻ എന്നർത്ഥം. 631 വിശോകഃ, അതായത് പരമാനന്ദ സ്വരൂപനാകയാൽ ശോകമില്ലാത്തവൻ, അതാണ് ഭഗവാനെ വിശോകഃ എന്ന് വിളിക്കുന്നത്. 632 ശോകനാശനഃ, എന്ന് വെച്ചാൽ ഭഗവത് സ്മരണ അതൊന്നുകൊണ്ട് മാത്രം ഭക്തന്മാരുടെ ശോകത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഒന്ന് കണ്ണടച്ച് സ്മരിക്കാൻ ഒരാളുണ്ടാവുക. ആ ഒരൊറ്റ സ്മരണ കൊണ്ട് മാത്രം ഭക്തന്റെ ഉള്ളിലെ സർവ്വദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവൻ, അതാണ് ശോകനാശനഃ എന്ന നാമത്തിനർത്ഥം. അർച്ചിഷ്മാൻ അർച്ചിതഃ കുംഭഃ വിശുദ്ധാത്മാ വിശോധനഃ അനിരുദ്ധോ അപ്രതിരതഃ പ്രത്യുപ്നഃ അമിതവിക്രമഃ. ഭഗവാന്റെ 633 നാമം അർച്ചിഷ്മാൻ, 634 അർച്ചിതഃ, 635 കുംഭഃ, 636 വിശുദ്ധാത്മാ, 637 വിശോധനഃ, 638 അനിരുദ്ധഃ, 639 അപ്രതിരഥഃ, 640 പ്രത്യുപ്നഃ, 641 അമിത വിക്രമഃ. 631 നാമത്തിന്റെ അർത്ഥം അർച്ചിഷ്മാൻ എന്ന നാമത്തിന്റെ അർത്ഥം ആരുടെ അർച്ചിസുകളെ കൊണ്ട്, അർച്ചിസ് എന്നാൽ രശ്മി, ആ രശ്മികളെ കൊണ്ട് സൂര്യചന്ദ്രന്മാർ അർച്ചിസുകളാകുന്നുവോ അവനായിരിക്കുന്നത് ഭഗവാനാണ്. ആരുടെ തേജസ് കൊണ്ടാണോ സൂര്യചന്ദ്രന്മാരൊക്കെ സൂര്യരശ്മികളും ചന്ദ്രകിരണങ്ങളും പുറപ്പെടുവിക്കുന്നത്, ആ തേജസ് ആയിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ അർച്ചിഷ്മാൻ എന്ന് വിളിക്കുന്നത്. 634 നാമം അർച്ചിതഃ, അതായത് എല്ലാ ലോകങ്ങളാലും ബ്രഹ്മാദി ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവൻ അഥവാ അർച്ചിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അതാണ് അർച്ചിതഃ എന്ന നാമത്തിനർത്ഥം. 635 കുംഭഃ, ഒരു കുംഭം പോലെ അല്ലെങ്കിൽ ഒരു കുടം പോലെ എല്ലാ വസ്തുക്കളെയും ഭഗവാനിൽ ഒതുക്കി ഉൾക്കൊള്ളുന്നവൻ എന്നർത്ഥം. അപ്പൊ ഒരു കുംഭം പോലെ എല്ലാ വസ്തുക്കളും സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ഉള്ളിലാണ്. അതാണ് ഭഗവാനെ കുംഭഃ എന്ന് വിളിക്കുന്നത്. 636 വിശുദ്ധാത്മാ, അതായത് സത്വരജ തമോ ഗുണങ്ങൾക്കും അതീതനായവൻ അല്ലെങ്കിൽ പരമാത്മ സ്വരൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. 637 വിശോധനഃ, അതായത് ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം സകല പാപങ്ങളും നശിപ്പിക്കുന്നവൻ. ശോധന ഇല്ലാതാക്കുക എന്നർത്ഥം.
അപ്പോൾ ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം സകല പാപങ്ങളും നശിച്ചു പോകുന്നവൻ, ഇല്ലാതാകുന്നവൻ എന്നർത്ഥം. 638 അനിരുദ്ധ, അതായത് ശത്രുക്കളാൽ ഒരിക്കലും ജയിക്കാൻ കഴിയാത്തവൻ, അനിരുദ്ധ സ്വരൂപമെടുത്തവൻ എന്നും. ഭഗവാൻ അനിരുദ്ധന്റെ സ്വരൂപമെടുത്തു വന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ശത്രുക്കളാൽ ഒരിക്കലും ജയിക്കാൻ കഴിയാത്തവനാണ് അനിരുദ്ധൻ. അതാണ് ഭഗവാനെ അനിരുദ്ധ എന്ന് വിളിക്കുന്നത്. 639 അപ്രതിരഥ, അതായത് പ്രതിപക്ഷം അല്ലെങ്കിൽ ഭഗവാനോടൊരു വിരോധം ആർക്കും തന്നെയില്ല. ഭഗവാനെ എതിർക്കാനായിട്ട് ആരും ഇല്ലാത്തവൻ എന്നർത്ഥം. അതാണ് അപ്രതിരഥ എന്ന നാമത്തിനർത്ഥം. 640 പ്രത്യുപ്നഃ, പ്രത്യുപ്നൻ എന്ന് വെച്ചാൽ പ്രകൃഷ്ടമായ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ. ദ്യുമ്നഃ എന്നാൽ ധനം എന്നർത്ഥം. അപ്പൊ ശ്രേഷ്ഠമായ ധനത്തോടു കൂടിയവൻ, അതാണ് പ്രത്യുപ്നൻ. അപ്പൊ പ്രത്യുപ്നനായിട്ട് അവതരിച്ചതും ഭഗവാൻ തന്നെ. പ്രത്യുപ്നൻ എന്നാൽ ശ്രേഷ്ഠമായ ധനത്തോടു കൂടിയവൻ എന്നർത്ഥം. 641 അമിത വിക്രമ, അതായത് അപരിമിതമായ പരാക്രമത്തോട് വിക്രമത്തോടു കൂടിയവൻ എന്നർത്ഥം. കാലനേമിനിഹ വീരഃ ശൗരിഃ ശൂരജനേശ്വരഃ ത്രിലോകാത്മാ ത്രിലോകേശഃ കേശവഃ കേശിഃ ഹരിഃ. ഭഗവാന്റെ 642 നാമം കാലനേമിനിഹ. 643 വീരഃ, 644 ശൗരിഃ, 645 ശൂരജനേശ്വരഃ, 646 ത്രിലോകാത്മാ, 647 ത്രിലോകേശഃ, 648 കേശവഃ, 649 കേശിഃ, 650 ഹരിഃ. അപ്പോൾ 642 നാമം കാലനേമിനിഹ, അർത്ഥം കാലനേമി എന്ന അസുരനെ കൊന്നവൻ. 643 വീരഃ, വീരൻ എന്നാൽ ഒരിടത്തും പരാജയപ്പെടാത്ത അത്രയ്ക്കും ശൂരനായവൻ എന്നർത്ഥം. 644 ശൗരിഃ, അതായത് ശൂരസേനന്റെ കുലത്തിൽ ജനിച്ചവൻ, അതാണ് ശൗരിഃ എന്ന നാമത്തിനർത്ഥം. 645 ശൂരജനേശ്വരഃ, അതായത് തൻ്റെ ശൗര്യത്തിൻ്റെ ശക്തിയാൽ ഇന്ദ്രാദികളെ പോലും ദേവന്മാരെ പോലും ശാസിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. സ്വന്തം ശൗര്യത്താൽ ഇന്ദ്രാദി ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്നവൻ. 646 ത്രിലോകാത്മാ, 3 ലോകങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം. ത്രിലോകാത്മാ, ത്രിലോകം എന്നാൽ 14 ലോകങ്ങളുടെയും ഉള്ളിൽ ചൈതന്യവത്തായിട്ട് ഇരിക്കുന്ന, ആത്മാവായി ഇരിക്കുന്നവൻ എന്നർത്ഥം. 647 നാമം ത്രിലോകേശഃ, അതായത് 3 ലോകങ്ങളുടെയും ഈശനായിരിക്കുന്നവൻ എന്ന്. ഈശൻ എന്നാൽ നിയന്ത്രിക്കുന്നവൻ. അപ്പൊ 3 ലോകങ്ങളുടെയും ഉള്ളിൽ ചൈതന്യവത്തായ ആത്മാവായിരിക്കുന്നതും ഭഗവാൻ തന്നെ. 3 ലോകങ്ങളെ 14 ലോകങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. 648 കേശവഃ, അതായത് സൂര്യൻ മുതലായവയുടെ അന്തർഭാഗത്ത് ഇരുന്ന് കേശഃ എന്ന് വെച്ചാൽ കിരണങ്ങളോട് കൂടിയവൻ, രശ്മികളോട് കൂടിയവൻ എന്ന്. സൂര്യചന്ദ്രാദികളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ രശ്മി, അതിനെയാണ് കേശഃ എന്ന് വിളിക്കുന്നത്. ആ കിരണങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. 649 കേശിഃ എന്ന് വെച്ചാൽ കേശി എന്ന അസുരനെ വധിച്ചവൻ, കൊന്നവൻ എന്നർത്ഥം. 650 ഹരിഃ, അവിദ്യാരൂപമായ കാരണത്തോടുകൂടി സംസാരത്തെ ഹരിക്കുന്നവൻ എന്നർത്ഥം. അതായത് ഈ ലോകം, ഈ സംസാരം ഉണ്ടായത് അവിദ്യയിൽ നിന്നുമാണ്. അപ്പോൾ ആ സംസാരം ഉണ്ടാകാൻ കാരണമായ അവിദ്യയെ കൂടി അവസാനം സംസാരത്തെ ഉൾവലിക്കുന്നതോടുകൂടി, ഹരിക്കുന്നതോടുകൂടി ആ അവിദ്യയെയും ഇല്ലാതാക്കുന്നവൻ എന്നർത്ഥം. ലോകത്തിന്റെ നിർമ്മിതിക്ക് കാരണം അവിദ്യയാണ്, അജ്ഞാനമാണ്. അപ്പോൾ ഈ 14 ലോകങ്ങളെയും, അതായത് 1000 ചതുർയുഗങ്ങൾക്കൊടുവിൽ ഇത് ഹരിക്കുമ്പോൾ, ഇതിനെ ഇല്ലാതാക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ ആ അവിദ്യയെ കൂടി, കാരണമായ അവിദ്യയെ കൂടി ഇല്ലാതാക്കുന്നവൻ, അതാണ് ഭഗവാനെ ഹരിഃ എന്ന് വിളിക്കുന്നത്. കാമദേവഃ കാമപാലഃ കാമീ
കാന്തഃ കൃതാഗമഃ അനിർദ്ദേശ്യവപുഃ വിഷ്ണുഃ വീരഃ അനന്തഃ ധനഞ്ജയഃ. ഭഗവാന്റെ 651 നാമം കാമദേവഃ, 652 കാമപാലഃ, 653 കാമി, 654 കാന്തഃ, 655 കൃതാഗമഃ, 656 അനിർദ്ദേശ്യവപുഃ, 657 വിഷ്ണുഃ, 658 വീരഃ, 659 അനന്തഃ, 660 ധനഞ്ജയഃ. കാമദേവഃ 651 നാമം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവരാൽ കാമിക്കപ്പെടുന്നവൻ എന്നർത്ഥം. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ പുരുഷാർത്ഥങ്ങളിലെ 4 ഭൗതികമായ സാക്ഷാത്കാരവും മോക്ഷം ആത്മീയ സാക്ഷാത്കാരവും ഇച്ഛിക്കുന്നവരാൽ കാമിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത്, അവർ കാമിക്കുന്നത് ഭഗവാനെ നേടാനാണ്. അതാണ് കാമദേവഃ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. 652 കാമപാലഃ, അതായത് കാമികളുടെ കാമങ്ങളെ പാലിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതാത് സമയത്ത് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവൻ. അതാണ് കാമപാലഃ എന്ന നാമത്തിന് അർത്ഥം. 653 കാമി. കാമി എന്നാൽ സ്വയം പൂർണ്ണ കാമങ്ങളോട് കൂടിയവൻ, പൂർണ്ണൻ, എല്ലാം നേടി എല്ലാ കാമങ്ങളും സാധിച്ചവനാണ് ഭഗവാൻ. അതാണ് സ്വഭാവേന തന്നെ പൂർണ്ണ കാമൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. 654 കാന്തഃ, അതിസുന്ദരമായ ശരീരത്തോട് കൂടിയവൻ എന്നർത്ഥം കാന്തഃ എന്നാൽ. ഇനി മറ്റൊരർത്ഥം കൂടിയുണ്ട്. കഹ എന്നാൽ ബ്രഹ്മാവ് എന്നർത്ഥം, അന്തഃ എന്നാൽ അവസാനം. അപ്പൊ ബ്രഹ്മാവിന്റെ അന്തത്തെ വരുത്തുന്നവൻ, അവസാനത്തെ വരുത്തുന്നവൻ എന്നും അർത്ഥമുണ്ട് കാന്തഃ എന്ന് പറയുമ്പോൾ. 655 നാമം കൃതാഗമഃ, അതായത് സ്മൃതി മുതലായ ആഗമങ്ങളുടെ രചയിതാവ് എന്നർത്ഥം. മനുസ്മൃതി മുതലായവയുടെ അവയെയാണ് ആഗമം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആഗമങ്ങളുടെ രചയിതാവ്. 656 അനിർദ്ദേശ്യവപുഃ, അതായത് ഗുണാദികൾക്ക് അതീതമാകയാൽ ഇന്ന വിധത്തിലാണെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്ത വപു എന്ന് വെച്ചാൽ ശരീരത്തോടു കൂടിയവൻ എന്നർത്ഥം. അതായത് ഭഗവാൻ ത്രിഗുണങ്ങൾക്ക്, സത്വരജ തമോ ഗുണങ്ങൾക്കും അതീതനാണ്. അതുകൊണ്ട് ഇന്ന രൂപമാണ് ഭഗവാന്റെ എന്ന് നിർവചിക്കാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ എന്നർത്ഥം. 657 വിഷ്ണുഃ, ഭൂമിയിലും ആകാശത്തിലും സർവ പ്രദേശങ്ങളിലും സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, അത്യധികമായ കാന്തിയോട് കൂടിയവൻ. അതാണ് വിഷ്ണുഃ എന്ന നാമത്തിനർത്ഥം. ഈ പ്രപഞ്ചം മുഴുവൻ അത്യധികമായ കാന്തിയോടുകൂടി വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. 658 വീരഃ. വീരഃ എന്നാൽ ഗതി മുതലായവയോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ഗതി എന്ന് വെച്ചാൽ ഗമനം ചെയ്യുക, അതായത് നീങ്ങാനായിട്ട് ചലനത്തിന് കാരണമായവൻ എന്നർത്ഥം. 659 അനന്തഃ. അനന്തഃ എന്നാൽ അവസാനമില്ലാത്തവൻ എന്നർത്ഥം. അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും നിത്യനും സർവ ആത്മാവും ദേശകാല വസ്തുക്കളാൽ മുറിക്കപ്പെടാത്തവനുമായ, ഒരിക്കലും ഒരു അറ്റമില്ലാത്തവൻ. അതാണ് അനന്തഃ എന്ന നാമത്തിനർത്ഥം. 660 ധനഞ്ജയഃ. നമുക്കറിയാം ധനഞ്ജയൻ അർജുനനാണെന്ന്. അപ്പോൾ അർജുനനായി അവതരിച്ചതും ഭഗവാൻ തന്നെയാണ്. ദിഗ്വിജയ സമയത്ത് എല്ലാ രാജാക്കന്മാരിൽ നിന്നും ധാരാളം ധനത്തെ ജയിക്കുക, അതായത് സമ്പാദിച്ച അർജുനന്റെ വിഭൂതി, ആ വിഭൂതിയുള്ളവൻ അല്ലെങ്കിൽ അർജുനനായിരിക്കുന്നവൻ എന്ന് പറയാം. അപ്പോൾ ദിഗ്വിജയങ്ങളൊക്കെ നടത്തി എല്ലാ രാജാക്കന്മാരിൽ നിന്നും ഒരുപാട് ധനത്തെ സമ്പാദിച്ച അർജുനനായിരിക്കുന്നവൻ, ധനത്തെ ജയിച്ചവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാൻ തന്നെയാണ് അർജുനനായി അവതരിച്ചതും. അതാണ് ഈ ഒരു നാമത്തിന്റെ അർത്ഥമായി പറയുന്നത്.